നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന രണ്ട് ഗ്രഹങ്ങളുടെ സുപ്രധാന മാറ്റത്തെക്കുറിച്ചും ഇക്കാര്യത്തിൽ എല്ലാവരും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതിനെക്കുറിച്ചുമാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും ഭൗതിക ജീവിതത്തിൽ വളരെയധികം പ്രേരണ ചെലുത്തുന്ന ഗ്രഹങ്ങളാണ്. 26/11/2025 ബുധനാഴ്ച രാവിലെ 11:22 ശുക്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശി വിട്ട് സമക്ഷേത്രമായ വൃശ്ചികം രാശിയിലേക്ക് രാശി മാറുകയാണ്. ശുക്രൻ എന്ന ഗ്രഹം കളത്രകാരകനും സുഖകാരകനുമായ ഗ്രഹമാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അതിനാൽ തന്നെ അത് സുഖകാരകനായ ഗ്രഹവുമാണ്. ദാമ്പത്യ സൗഖ്യത്തിന് ശുക്രൻ നീചം, മൗഢ്യം, പാപബന്ധം, പാപമധ്യസ്ഥിതി, പാപദൃഷ്ടി എന്നിവയൊന്നും കൂടാതെ നിൽക്കുന്നത് വളരെ ശുഭകരമാണ്. മൗഢ്യം കൊണ്ട് ശുക്രന് കാര്യമായ ബലഹാനി സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ശൃംഗാരാദി രതിലീലകളിൽ ജാതകനെ വിരക്തനാക്കി കളയും. എന്നാൽ മൗഢ്യം പ്രാപിച്ച ശുക്രൻ ബുദ്ധിവർദ്ധനവും കലാ സാഹിത്യാദി വിഷയങ്ങളിൽ നിപുണതയും വർദ്ധിപ്പിച്ചു നൽകും. വലിയ വലിയ മഹർഷിമാരുടെയും മറ്റും ജാതകത്തിൽ ശുക്രമൗഢ്യം ഉള്ളതായി കാണാം. അതിനാൽ അവർ ലൗകിക സുഖങ്ങളിൽ നിന്നും വിരക്തരായി ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ആകൃഷ്ടരായി തീരുന്നു. ഇക്കാരണങ്ങളാൽ ഇവരിൽ പലരും സന്യാസത്തിലേക്കും വഴിമാറിപ്പോകുന്നു. ജാതകത്തിലും ചാരവശാലും ശുക്രന് നീചരാശിസ്ഥിതി വന്നാലും നീചരാശിയിൽ നവാംസകസ്ഥിതി വന്നാലും പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്താലും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നാലും പാപമധ്യസ്ഥിതിയിൽ നിന്നാലും സ്ത്രീ പുരുഷ സംബന്ധമായ അപവാദങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നേക്കാം. ഇങ്ങനെയുള്ള ശുക്രൻ്റെ സ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ സുഖഹാനിക്കും ദമ്പതികൾ തമ്മിലുള്ള പരസ്പരം സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാനും കാരണമായേക്കാം. മേൽപ്പറഞ്ഞവ മാത്രമല്ല, ശുക്രൻ വൃശ്ചികം രാശിയിൽ നിൽക്കുന്നതും സ്ത്രീ സംബന്ധമായ പേരുദോഷത്തിനും പരസ്ത്രീ ശക്തിക്കും അതിനുവേണ്ടി ധാരാളം ധനം ദുർവ്യയം ചെയ്യുന്നതിനും കളങ്കത്തിനും കാരണമായി തീരാൻ സാധ്യതയുണ്ട്. കാരണം വൃശ്ചികം രാശി പാപഗ്രഹമായ ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വ കലഹകാരകനായ ഗ്രഹമാണ്. അതിനാലാണ് വിവാഹത്തിനായി പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ പുരുഷ ജാതകങ്ങളിലുള്ള ചൊവ്വയുടെ അനുകൂല സ്ഥിതി പരിശോധിക്കുന്നത്. ചൊവ്വ അനുകൂലനല്ലെങ്കിൽ വൈധവ്യത്തിനും കാരണമായി തീരാമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഊർജത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും എല്ലാം കാരകത്വം ചൊവ്വയ്ക്കാണ്. യൗവനം നിലനിർത്തുന്ന കാര്യത്തിലും ചൊവ്വ സുപ്രധാന പങ്കുവഹിക്കുന്നു. ചൊവ്വ ബലവാനായി ഇഷ്ടഭാവത്തിൽ യോഗകാരകനായി ജാതകത്തിൽ നിന്നാൽ വയസ്സിനനുസരിച്ച് പ്രായം തോന്നിക്കുകയില്ല. എപ്പോഴും ചെറുപ്പമായും പ്രസരിപ്പോടെയും നിലനിൽക്കും. ഇങ്ങനെ പ്രസരിപ്പിൻ്റെയും പരാക്രമത്തിൻ്റെയും കാരകഗ്രഹമായ ചൊവ്വയുമായാണ് ശുക്രൻ യോഗം ചെയ്യുവാൻ പോകുന്നത്. ചൊവ്വ നേരത്തെ തന്നെ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ പേരുദോഷത്തിന് കാരണക്കാരനാകാം എന്നിരിക്കെ വൃശ്ചികത്തിൽ ചൊവ്വയുമായി ഈ ശുക്രൻ യോഗം ചെയ്യുമ്പോഴുണ്ടാകാവുന്ന പേരുദോഷത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ കൂടെ മറ്റൊരു പാപഗ്രഹമായ സൂര്യനും വൃശ്ചികൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാൽ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ഈ സമയം സ്ത്രീ സംബന്ധമായ പേരുദോഷങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽപ്പെട്ട് ധനപരമായി പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. ഈ സമയം ഒളിച്ചോട്ടം, പ്രേമനൈരാശ്യം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ചൊവ്വ കലഹകാരകനും ശുക്രൻ കളത്രകാരകനുമാകയാൽ ഈ സമയം ദമ്പതിമാർക്കിടയിൽ കലഹത്തിനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും.
ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസക്കുറവും സംശയവും ഉടലെടുത്തേക്കാം. മൂത്രസംബന്ധമായ രോഗങ്ങളോ ലൈംഗിക രോഗങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ജാതകത്തിലും ചൊവ്വയും ശുക്രനും തമ്മിൽ യോഗം ചെയ്ത് അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ പറയുന്നത്. അതിനാൽ ഈ സമയം കുറച്ച് സൂക്ഷ്മത പുലർത്തിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരികയില്ല. പല രാശികളിലും ശുക്രനും ചൊവ്വയും തമ്മിൽ യോഗമോ പരസ്പര ദൃഷ്ടിയോ ചെയ്യുമ്പോഴൊക്കെ സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾക്കും തട്ടിപ്പുകൾക്കുമൊക്കെ കാരണമാകാറുണ്ടെങ്കിലും വൃശ്ചികം രാശിയിൽ ഈ യോഗമുണ്ടാകുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ വൃശ്ചികത്തിലും മേടത്തിലും സ്ഥിതി ചെയ്യുന്ന ശുക്രൻ പേരുദോഷം ഉണ്ടാക്കുവാൻ കാരണക്കാരൻ ആകാവുന്നതാണ്. ശുക്രനും ചൊവ്വയും തമ്മിൽ പരസ്പര നവാംശങ്ങളിൽ നിന്നാലും പ്രേമം, പേരുദോഷം മുതലായവ ഉണ്ടാകാം. പരസ്പര നവാംശകം എന്ന് പറഞ്ഞാൽ ശുക്രൻ ചൊവ്വയുടെ ക്ഷേത്രത്തിലും ചൊവ്വ ശുക്രൻ്റെ ക്ഷേത്രത്തിലും പരസ്പരം മാറി നവാംശകം ചെയ്ത് നിൽക്കുക എന്നതാണ്. അതായത് ജാതകത്തിൽ ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ വൃശ്ചികത്തിലോ മേടത്തിലോ ശുക്രൻ നവാംശകം ചെയ്യുകയും ശുക്രൻ്റെ ക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ചൊവ്വ നവാംശകം ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് പരസ്പര നവാംശകം എന്ന് പറയുന്നത്. ജാതകത്തിൽ ഇങ്ങനെ ഗ്രഹസ്ഥിതിയുള്ളവർ സ്ത്രീ സംബന്ധമായ പേരുദോഷം ഉണ്ടാകാതെയും വഞ്ചിക്കപ്പെടാൻ ഇടം കൊടുക്കാതെയും പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ന് തട്ടിപ്പുകളൊക്കെ കൂടി വരുന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. ജാതകത്തിൽ ചൊവ്വയും ശുക്രനും യോഗകാര ഗ്രഹങ്ങളും ഇഷ്ടഭാവസ്ഥിതരുമാണെങ്കിൽ അങ്ങനെയുള്ളവർ കാര്യമായി ഈ കുഴികളിൽ ചെന്ന് വീഴാറില്ല. ചൊവ്വയോ ശുക്രനോ ലഗ്നാധിപന്മാരാണെങ്കിൽ അവർക്കും കാര്യമായ ദോഷം ഉണ്ടാവുകയില്ല. അഷ്ടവർഗത്തിൽ വൃശ്ചികം രാശിയിൽ ശുക്രനും ചൊവ്വയ്ക്കും 5 അതിലധികമോ അക്ഷങ്ങളുണ്ടെങ്കിലും കാര്യമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലുള്ള ദോഷങ്ങളല്ല, സ്ത്രീ പുരുഷ സംബന്ധമായ അപവാദങ്ങളും ദുർവ്യയവും ചതിക്കപ്പെടുകയും മറ്റുമാണ്. അതിന് നമ്മുടെ ഭാഗത്തുനിന്നും തെറ്റുകളൊന്നും ഉണ്ടാകണമെന്നില്ല. മനസ്സറിയാത്ത കാര്യങ്ങളിൽ പോലും പേരുദോഷം ഉണ്ടായേക്കാം. നമ്മളെപ്പറ്റി പലതരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയെന്ന് വരാം. അതിനൊന്നും നമ്മൾ ഇടം കൊടുക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ നല്ല ദശാസമയമോ അപഹാര സമയമാണ് നടക്കുന്നതെങ്കിലും ചാരവശാൽ ശുക്രനും ചൊവ്വയും ഇഷ്ടഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നതെങ്കിലും അങ്ങനെയുള്ളവർക്കും ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല. ശുക്രൻ ചൊവ്വയുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോഴും ചൊവ്വയുമായി യോഗം ചെയ്യുമ്പോഴും അപവാദങ്ങൾ ഉണ്ടാകാതെയും ചതിയിൽപ്പെടാതെയും അല്പം ജാഗ്രത പുലർത്തണം എന്നേ ഉള്ളൂ. ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ഈ യോഗം ഡിസംബർ മാസം 7-ാം തീയതി വരെ ഉണ്ടാകും. 7/12/2025 ഞായറാഴ്ച രാത്രി 8:17 ചൊവ്വ വൃശ്ചികം രാശി വിട്ട് ധനുരാശിയിലേക്ക് മാറുന്നതോടുകൂടി ഈ യോഗഫലങ്ങൾ അവസാനിക്കും. ഈ സമയം മഹാലക്ഷ്മി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരുടെയും ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെയും കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നത് അപവാദങ്ങൾ ഉണ്ടാകാതെയും ചതിക്കുഴിയിൽപ്പെടാതെയും സംരക്ഷിക്കപ്പെടാൻ ഉത്തമമാണ്. ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ഈ യോഗം കാരണം ശുക്രൻ്റെയും ചൊവ്വയുടെയും ചാരവശാലുള്ള മറ്റ് ഫലങ്ങളിൽ ഒരു വ്യത്യാസവും വരില്ല. ചാരവശാലുള്ള മറ്റു ഫലങ്ങൾ ശുക്രനും ചൊവ്വയും നമ്മുടെ കൂറിൻ്റെ ഇഷ്ടാനിഷ്ട ഭാവങ്ങൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളാണ്. അവ ഗുണമായാലും ദോഷമായാലും അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ശുക്രനും ചൊവ്വയും തമ്മിലുള്ള പ്രത്യേക യോഗഫലത്തെക്കുറിച്ചും ശുക്രൻ്റെ വൃശ്ചികം രാശിയിലുള്ള ആശ്രയരാശി ഫലത്തെക്കുറിച്ചുമാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്താനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.